അപ്പോളേ നമ്മുടെ ഹെൽത്തി ഓംലെറ്റിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാലക്ക്, തക്കാളി, വേണ്ടേ 2 പച്ചമുളക്, ഇനി നമ്മുടെ മുട്ട, അതും നമ്മുടെ സ്വന്തം കോഴിയുടെ മുട്ട. ഇത്രയിട്ടാണ് നമ്മളിന്ന് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. നോക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഈ മിക്സ് എന്താണെന്നറിയാമോ? ഒരു ഓംലെറ്റാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടു വളർത്തിയതാണ്. കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആക്കാനായിട്ടേ കുറച്ച് പേപ്പർ കൂടെ ക്രഷ് ചെയ്തിടാം. അതും നമ്മുടെ സ്വന്തം പേപ്പർ. ഇതാണ് നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ പാലക്ക്, പുഴുവോ ഒരഴുക്കോ ഒന്നുമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പാലക്ക്. ആവശ്യത്തിനുള്ള പാലക്ക് നമുക്കിങ്ങ് ഒടിച്ചെടുത്താൽ മതി. മൂന്നെണ്ണം എടുത്തു. ഇത് തന്നെ ധാരാളമാണ് ഒരു ഓംലെറ്റിന്. ബാക്കിയുള്ള ഈ പാലക്കെല്ലാം നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. എല്ലാം നല്ലതായിട്ട് വിളഞ്ഞതാണ്. ആവശ്യമനുസരിച്ച് നമുക്ക് അന്നെടുത്താൽ മതി. പച്ചമുളകാണെങ്കിലുമേ നമുക്കിഷ്ടം പോലെയുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യത്തിന് ഇന്ന് നമ്മുടെ മുട്ടയ്ക്കുള്ള പച്ചമുളക് മാത്രം ഇതിൽ നിന്ന് എടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പറിച്ചെടുത്തായിരുന്നു. എന്നാലും ഉണ്ട് കേട്ടോ. യെസ്, നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്തു. അപ്പോൾ സകല സാധനങ്ങളും നമ്മളുടെ പറമ്പിലെ തന്നെയാണ്. അപ്പോൾ ഒരു സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അടുത്തത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം തക്കാളിയാണ്. ഒരാളിവിടെ പഴുത്ത് നിൽപ്പട്ട്. ഇത് നമുക്കിന്ന് എടുത്തേക്കാം. അപ്പോൾ ഇവിടെ വേറെ പഴുക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ പഴുത്ത് നിൽക്കുന്ന ഈ ഒരു തക്കാളി നമ്മളിന്ന് പറിച്ചെടുത്തു. അപ്പം നമ്മുടെ ഓംലെറ്റിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആയിക്കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമ്മുടെ സ്വന്തം മുട്ട, അതും 2 എണ്ണം. ഇനി നമ്മുടേതല്ലാത്തായ ഒരു സാധനം മാത്രമേ ഉള്ളൂ, സബോള. വേറെ എല്ലാം നമ്മുടെ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഹെൽത്തി ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. സോ നല്ലപോലെ റണ്ണിങ് വാട്ടറിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിൻ്റെ ഞെടുപ്പെടുത്ത് കളഞ്ഞേക്കാം. നല്ല മുഴുത്ത തക്കാളി കേട്ടോ. നമ്മുടേതല്ലാത്തത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് ആദ്യമേ തന്നെ കട്ട് ചെയ്തേക്കാം. ചെറുതായിട്ട് നമ്മൾ സബോള അരിഞ്ഞെടുത്തു. അതിനെ നമുക്ക് നമ്മുടെ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമ്മുടെ പാലക്ക് ചുരുട്ടുക, നല്ലപോലെ വരയുക. കുനുകുനാന്നരിയുക. ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തത് നമ്മുടെ തക്കാളി. നല്ല സൂപ്പർ തക്കാളി കേട്ടോ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക്, അതും നല്ല റെഡ് കളറാണ്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മുട്ട, നമ്മുടെ സ്വന്തം മുട്ട. 1 2. ലാസ്റ്റ് ആവശ്യത്തിന് മാത്രം ഉപ്പ്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. സോ പാൻ വയ്ക്കുക. ഇത് നമ്മുടെ ട്രൈപ്ലൈ പ്ലാനാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കില്ല. നല്ല സൂപ്പർ സാധനം കേട്ടോ. മറ്റേ കോട്ടിംഗ് ഉള്ളതൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല, കാരണം അതിൻ്റെ എല്ലാം ഇളകി വരും. ഇനി ഓയിൽ സ്പ്രേ ചെയ്യുക.
ആൻഡ് ഈ സ്പ്രേ ബോട്ടിൽ ഇതൊരു ഭയങ്കര യൂസ്ഫുൾ സാധനമാണ്. നമുക്കിത് 2 ടൈപ്പിൽ ഉപയോഗിക്കാം. ഇങ്ങനെ ഓയിൽ സ്പ്രേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ, അല്ല ഇതിൻ്റെ ഫ്ലിപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എണ്ണ വീഴുകയും ചെയ്യും. ഇപ്പം നമുക്ക് കുറച്ച് മതി, അതുകൊണ്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. പാൻ ചൂടായി അതിലേക്ക് നമ്മുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്താ കളർഫുൾ അല്ലേ? എന്നിട്ട് തീ ഏറ്റവും കുറയ്ക്കുക, അടച്ചു വയ്ക്കുക, വേകട്ടെ. നമുക്കേ ഇതൊന്ന് പൊക്കി നോക്കാം. യെസ്, ഇങ്ങനെയുണ്ട്. ഇല്ല, കുറച്ചുകൂടെ വേകട്ടെ, അടച്ചു വെച്ചേക്കാം. അതെ, നമ്മുടെ ഓംലെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെപ്പർ നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി തീർന്നിരിക്കുന്നു. അപ്പം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. എങ്ങനെയാണെന്ന് കാണാം. ഇത് സൂപ്പർ സാധനം കേട്ടോ, പെപ്പർ ഡിസ്പെൻസർ. നമുക്ക് ഓൺ ദി സ്പോട്ട് പെപ്പർ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റിയ സാധനമാണിത്. ഇതാണ് സാധനം. ഇതിൻ്റെ ലോക്ക് ഇതാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക, ദേ ഇവിടെ മാറ്റുക, എന്നിട്ട് നമ്മുടെ പെപ്പർ എടുക്കുക. ഇത് നമ്മുടെ സ്വന്തം പെപ്പറാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നത്, നമ്മൾ ഉണക്കിയെടുത്ത് വെച്ചതാണ്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. താഴെ പോകാതെ സൂക്ഷിച്ചിടണം. എഗെയിൻ ഇത് വെച്ച് ക്ലോസ് ചെയ്യുക, ലോക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പെപ്പർ ഡിസ്പെൻസർ. സോ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒട്ടും അടി പിടിച്ചിട്ടില്ല. നമ്മുടെ ഓംലെറ്റ് മുറിയാതെ ഉടയാതെ നമുക്ക് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത നല്ല കുരുമുളക് കൂടെ ചേർക്കാം. ആ എരിയും സ്മെല്ലും എല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ഓംലെറ്റിന് ആഡഡ് ടേസ്റ്റാണ്.